ഒറ്റപ്പാലം ഫിലിം അക്കാദമിയുടെ നേതൃത്വത്തിൽ ഒറ്റപ്പാലത്തിന്റെ ചരിത്രം തയ്യാറാക്കുന്നു. ഡോക്യുമെന്ററിക്കായി ആൽബം സോങ് ഓഡിയോ റിലീസിംഗ് ശനിയാഴ്ച നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശരിക്കും ഒറ്റപ്പാല സ്റ്റേഷനിൽ റെയിൽവേ സ്റ്റേഷനിൽ ഒറ്റപ്പാല മരം ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് ശരിക്കും പേര് ഉത്ഭവിച്ചു വന്നത്. അപ്പൊ ഈ പല രീതിയിലും അതിനെ വ്യാഖ്യാനിക്കേണ്ട, തെറ്റായി വ്യാഖ്യാനിക്കേണ്ട. 1862 പിറന്ന ഒറ്റപ്പാലത്തിന്റെ ചരിത്രമാണ് ഒറ്റപ്പാലം ഫിലിം അക്കാദമി ഡോക്യുമെന്ററിയായി തയ്യാറാക്കുന്നതെന്നും ഇതിന് മുന്നോടിയായി രചിച്ച ആൽബഗാനത്തിന്റെ ഓഡിയോ റിലീസിംഗ് ശനിയാഴ്ച വൈകുന്നേരം 4:30 കൊട്ടാരം റെസിഡൻസിയിൽ നടക്കുമെന്നും സംഘാടകർ പറഞ്ഞു. ചരിത്രവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഈ ഡോക്യുമെന്ററി അതിന്റെ സോങ് റിലീസാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി. ഈ ഡോക്യുമെൻ്ററി ഭാഗമായി നിർമ്മിച്ചിട്ടുള്ള സോങ്ങിൻ്റെ CD പ്രകാശനം ചെയ്യുകയാണ് ഈ ആഗസ്റ്റ് 10. ഇതിൽ പാടിയിട്ടുള്ളത് വിജേഷ് ഗോപാലും അതുപോലെ തന്നെ PT നരേന്ദ്രമേനോൻ്റെ മകളായിട്ടുള്ള വാണി നിത്യാരുമാണ്. ഇത് സംഗീതം പറഞ്ഞിട്ടുള്ള വിദ്യാധര മാഷാണ്. ഒറ്റപ്പാലയിൽ പൂത്ത കാവ്യ സംഗീതങ്ങൾ എന്ന ഗാനത്തിന്റെ സംഗീത സംവിധാനം വിദ്യാധരൻ മാസ്റ്ററും ഗാനരചയിതാവ് ജനനന്മ ട്രസ്റ്റ് ചെയർമാൻ ജാഫർജിയും ഗാനാലാപനം വിജേഷ് ഗോപാലും വാണി നേദ്യാരുമാണ് നിർവഹിച്ചിട്ടുള്ളത്. പരിപാടി VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്യുമെന്നും K പ്രേംകുമാർ MLAയും കവി അഡ്വക്കേറ്റ് PT നരേന്ദ്രമേനോനും ചേർന്ന് ആൽബഗാനത്തിന്റെ ഓഡിയോ റിലീസിംഗ് നിർവഹിക്കുമെന്നും സംഗീത സംവിധായകൻ സ്റ്റീഫൻ ദേവസി, സംവിധായകരായ ലാൽ ജോസ്, അനിൽ രാധാകൃഷ്ണൻ മേനോൻ തുടങ്ങിയവർക്ക് നൽകിയാണ് പ്രകാശനമെന്നും ഡോക്യുമെന്ററിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയതായും ചലച്ചിത്ര താരങ്ങളായ വിനീത്, നവ്യ നായർ തുടങ്ങിയവരാണ് അഭിനയിക്കുന്നതെന്നും ചെയർമാൻ R മധുസൂദനൻ, കൺവീനർ TP പ്രദീപ് കുമാർ, പ്രോഗ്രാം കോർഡിനേറ്റർ PK ശശികുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. റൈറ്റ് വിഷൻ ന്യൂസ്, ഒറ്റപ്പാലം.